നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാഹാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹവും നന്മയും നിറഞ്ഞ ഈ വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും വിവിധ മാധ്യമങ്ങളിലൂടെ അങ്ങേ സ്തുതിക്കുമ്പോൾ അനേക ആയിരങ്ങൾ ഭവനങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ കൽപ്പന പ്രകാരം അങ്ങേ സ്തുതിക്കുവാൻ ദൈവമേ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഏക മനസ്സോടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ആയവരുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആദിമ നൂറ്റാണ്ടിൽ ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടുത്തെ ആത്മാവിൽ ഞങ്ങളുടെ മക്കളെ നിറച്ചതുപോലെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ആരാധന ദൈവം അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ അങ്ങ് പകരണമേ. വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 77-ാമത്തെ ഗീതം ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം.
ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആരാധനക്രമം 6-ാം പുറം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവജനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. മുട്ടുമടക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവചിന്തകളും അത്യുന്നതനായ ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ചുകൊണ്ട് അനുതാപത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഏറ്റവും വിനയത്തോടെ ദൈവസന്നിധിയിൽ ഉണരാം. നാം പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ, ജീവിത സാഹചര്യങ്ങളിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിന്റെ പാപം രക്താംബരം പോലെ കടിച്ചു വെപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ ക്രൂശിന്റെ രക്തം മതി. ഇതാണ് യേശുവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. 10-ാം പുറം അവസാന ഭാഗം കാണുന്ന പ്രാർത്ഥന ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളാമെന്ന അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുയിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അറപ്പും വെറുപ്പും ഉള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിന് ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടുത്തോടുകൂടെ പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോടും എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണ ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിട്ട് പ്രത്യാശയോടെ എഴുതി നിൽക്കുവാൻ അവിടുത്തെ മഹത്വ രാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു.
നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ആരാധനക്രമം 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയാൽ നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ മഴ, വിതാ കൊയ്ത്ത് സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങളുടെ സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ച നല്ല സന്ദർഭങ്ങൾക്ക് വേണ്ടിയും കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങേ സ്തുതിച്ചു ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാതയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരണമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയാരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിൽ 502-ാമത്തെ ഗീതം ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം.
അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. മഴയെങ്കിലും മയങ്ങിടരുത് നെഞ്ചനം ഉണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. 42-ാം സങ്കീർത്തനം. പ്രതിവാക്യമായി ദൈവത്തെ സ്തുതിക്കാം. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാർത്ഥത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടും കൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്ന് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ കുറിച്ച് സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിശ്വാസിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും നിസാർ മലയിലും വെച്ച് ഞാൻ എന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കവണ്ണം എന്നെ നിന്ദിക്കുന്നു. നമുക്ക് ചേർന്ന് സ്തുതിക്കാം. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന പാഠഭാഗങ്ങൾ വായിക്കാം. വായിക്കാൻ നൽകിയിരിക്കുന്ന പാഠഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളിച്ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷകഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഈ സത്യവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സുവിശേഷ പാഠഭാഗം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള ദൈവവചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ സത്യവചനങ്ങൾ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്കെന്ന പ്രകാശവുമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസവും ദേവാലയത്തിൽ നമുക്ക് വരുവാനും മാധ്യമങ്ങളിലൂടെ ദൈവിക ശുശ്രൂഷ അർപ്പിക്കുവാൻ ദൈവം നൽകുന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വചനത്തിലൂടെ അനുദിനം ഞങ്ങൾ നടത്തുന്ന സർവശക്തനായ കർത്താവേ, ഈ ദിവസവും വചനം പഠിക്കുവാൻ ധ്യാനിക്കുവാൻ നൽകുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ഇടപെട്ട കർത്താവേ, അവിടെ ഞങ്ങളിലൂടെ അവിടെ നിന്ന് സംസാരിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 60-100 മേനി ഫലങ്ങളായി തീരുവാൻ അവിടെ നിന്ന് കൃപ നൽകണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. അല്പസമയം ഒരുമിച്ച് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം. പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം. ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം പാഠഭാഗമായി വായിച്ച യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അതിന്റെ ശേഷമോ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. വളരെ ചിന്തനീയമായ, വളരെ സന്തോഷം പകരുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതേ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവാൻ പ്രവാചകൻ പറയുന്നു, സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. കാലം സമീപിച്ചിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, കാലം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിപ്പിൻ. വേദപുസ്തകം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവിക വാഗ്ദത്വങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്.
ദൈവം പറഞ്ഞ അന്ത്യകാലം ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും വ്യാധികളെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയമാണ് കർത്താവ് പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും പകരും. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ തന്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പഴയ നിയമകാലം മുതൽ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്വം നമുക്ക് ലഭിക്കുവാൻ ഇടയായി. എന്നാൽ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് ലഭിച്ചിരുന്നത് രാജാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക്, പുരോഹിതന്മാർക്ക് തുടങ്ങിയ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമായിരുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാക്കന്മാർക്ക് മാത്രമല്ല, പുരോഹിതന്മാർക്ക് മാത്രമല്ല, പ്രവാചകന്മാർക്ക് മാത്രമല്ല, സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പുതിയ നിയമത്തിന്റെ ആരംഭം മുതൽ ഈ ദൈവത്തിന്റെ വാഗ്ദത്വം നിവൃത്തിയാകുവാൻ ഇടയായി. പെസഹ കഴിഞ്ഞ് 50-ാം ദിവസം ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ക്രൈസ്തവ സഭ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ക്രൈസ്തവ സഭ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ ആരാധിച്ചു. പരിശുദ്ധാത്മാ വാഗ്ദത്വം ചില സഭകൾക്കോ ചില വ്യക്തികൾക്കോ മാത്രമുള്ളതല്ല. ദൈവം പറയുന്നു, സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആരെല്ലാം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ അവരുടെ മേലെല്ലാം ദൈവം തന്റെ ആത്മാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. യേശു ഈ വാക്യത്തെ കുറിച്ച് പറയുന്നത്, ദൈവം തന്റെ വാഗ്ദത്വം മുഖപക്ഷമില്ലാതെ കൊടുക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, താൻ സ്നേഹിക്കുന്നവർക്ക് തന്റെ വാഗ്ദത്വം നിറവേറ്റുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്ക് കഴിയുകയില്ല. യേശുവിനെ ദൈവമെന്ന് പറയണമെങ്കിൽ, യേശുവിന്റെ രക്ഷകനെന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ യേശുവിന്റെ രക്ഷകനെന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ മക്കളാകുവാൻ നാം പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, മക്കൾ എങ്കിൽ അവകാശികളുമാണ്. നാം ദൈവത്തിന്റെ മക്കളായി മാറണം. ദൈവത്തിന്റെ മക്കളായി നാം മാറുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ദൈവത്തിന്റെ മക്കളായില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായി കഴിയുകയില്ല. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്നത്, കർത്താവേ, അങ്ങ് എന്നെ ഒരു മകനാക്കി മകളാക്കി മാറ്റണമേ. അങ്ങയുടെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവിന് വളരെ പ്രാധാന്യം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിടത്ത് 3 യുവാക്കൾ ഒരു മനോഹരമായ സ്ഥാപനത്തിൽ ജോലി നോക്കുകയായിരുന്നു. ഈ യുവാക്കൾ ജോലി നോക്കുന്ന സ്ഥാപനം ഒരു 10 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പോയി ഓഫീസ് തുറക്കുകയും ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് ഈ 3 യുവാക്കൾ. അതുപോലെ ഒരു പ്രഭാതത്തിൽ കടന്നു പോയപ്പോൾ ലിഫ്റ്റ് വർക്കിംഗ് അല്ല.
10ാമത്തെ നിലയുടെ മുകളിലാണ് അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വളരെ ബന്ധപ്പെട്ട് ഓരോ നിലകളായി 100ാമത്തെ നിലയിലെത്തി. ബാഗ് തുറക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, ഓർമ്മ വന്നത്, താക്കോല് എടുത്തില്ല. ഇത്രയും ബന്ധപ്പെട്ട്, ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ നിലകളായി കയറി മുകളറ്റം ചെന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഓഫീസിലേക്ക് കയറാമെന്ന് ചിന്തിച്ചപ്പോൾ താക്കോല് ഇല്ലാത്ത അവസ്ഥ. അവര് നിരാശരായി, വേദന നിറഞ്ഞു, അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുടെ അവസ്ഥയും ഇപ്രകാരമായിരിക്കും. നിരാശരായി നാം മാറും, വേദന നിറഞ്ഞവരായി മാറും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശികളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അവകാശം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ മക്കളായി തീരണം. ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ ദൈവം ദാനമായി തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ദൈവത്തിന്റെ മക്കളാകുവാൻ കഴിയുകയില്ല. മക്കളാകാതെ ദൈവത്തിന്റെ ഒരു അവകാശവും നമുക്കില്ല. ദൈവത്തിൽ നിന്ന് അവകാശം ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ മക്കളായി തീരണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ മക്കളായി നാം തീരണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ധാരാളം വഴികൾ ഇത് പുസ്തകം പറയുന്നു. പ്രധാനപ്പെട്ട 3 വഴികൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പ്രസംഗിക്കാം. 1, യേശുവിനോടുള്ള സ്നേഹം. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിലുള്ള സ്നേഹം നമുക്കുണ്ടാകണം. യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയണം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എപ്പോഴും നമ്മോടിരിക്കുവാൻ നൽകും. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എപ്പോഴും നമ്മോടിരിക്കുവാനായി ദൈവം നൽകും. അതിനായി യേശുവിനെ അഗാധമായി സ്നേഹിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും. 2, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമതായി പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ധാരാളം വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി, ആത്മീയ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? ഇതിലെല്ലാം പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 5-8 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തരുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശിഷ്യഗണങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത അങ്ങയുടെ ആത്മാവിനെ എനിക്ക് നൽകണമേ. 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ച ജനം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനത്തിനായി കാത്തിരുന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം പഠിക്കുമ്പോൾ കർത്താവ് പറയുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം ഞാൻ കൊടുക്കും.
എന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം ഞാൻ കൊടുക്കും. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. മൂന്ന്, വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 തുടങ്ങിയുള്ള 10 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളുള്ള ഒരു താഴ്വരയിലേക്ക് പ്രവാചകൻ പോവുകയാണ്. പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. ഉണങ്ങിയ അസ്ഥികൾ, ജീവനില്ലാത്ത അസ്ഥികൾ, മാംസമില്ലാത്ത അസ്ഥികൾ. ദൈവം പറഞ്ഞു, ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. ഒരു മടിയും കൂടാതെ പ്രവാചകൻ പ്രവചിച്ചു. ഈ ദൈവത്തിന്റെ വചനം ഈ അസ്ഥികൾ കേട്ടപ്പോൾ അസ്ഥികളിൽ മാംസങ്ങൾ വന്നു ചേർന്നു, ഞരമ്പുകൾ ഉണ്ടായി, ജീവനുള്ള ദേഹിയായി മാറി. അത് മാത്രമല്ല, ഒരു സൈന്യമായി അവര് നിവർന്നു നിന്നു. ദൈവത്തിന്റെ വചനം ഉണങ്ങി അസ്ഥികൾ കേട്ടപ്പോൾ അത് ജീവനുള്ള ദേഹിയായി മാറി, മാംസമുള്ള ദേഹിയായി മാറി, ഒരു ശക്തിയായി നിവർന്ന് നിന്നു. 4 വശത്തു നിന്നും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഊതി. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 4 ദിക്കുകളിൽ നിന്നും അവരുടെ മേൽ, അസ്ഥികളുടെ മേൽ ഇറങ്ങി വന്നു. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഉണങ്ങിയ അസ്ഥിയുടെ അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. ഉണങ്ങിയ അസ്ഥികളുടെ അവസ്ഥയിലായിരിക്കാം ഇന്ന് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന അവസ്ഥ, ഇനി രക്ഷയില്ല എന്നുള്ള അവസ്ഥ, ജീവിതം പരാജയമാണെന്ന അവസ്ഥ ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത് അതാണ്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമൂഹം വിറയലോടും ഭയത്തോടും ആയിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്തായിത്തീരുമെന്ന് ജനം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉണങ്ങിയ അസ്ഥിയുടെ അവസ്ഥ. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അത് ജീവന്റെ ആഘോഷമായി മാറും. ഈ പ്രതികൂലങ്ങളെല്ലാം മാറും, പ്രതിസന്ധികളെല്ലാം മാറും. കർത്താവ് പറഞ്ഞ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ജീവന്റെ ആഘോഷം കുടുംബങ്ങളിൽ ഉണ്ടാകും, ജീവന്റെ ആഘോഷം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. ഇവിടെ വചനം കേൾക്കുവാൻ തയ്യാറായ ഉണങ്ങിയ അസ്ഥികൾ, ഏത് അവസ്ഥയിലും വചനം വായിക്കുവാനും കേൾക്കുവാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. പ്രതികൂലങ്ങളെല്ലാം മാറും. പ്രതിസന്ധി വന്നിട്ടും പ്രതികൂലങ്ങൾ വന്നിട്ടും വചനം വായിക്കുവാനും കേൾക്കുവാനും മനുഷ്യൻ താല്പര്യം കാണിക്കുന്നില്ല. ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഉണങ്ങിയ അസ്ഥികൾ വചനം കേട്ടപ്പോൾ പുതുശക്തിയുള്ളതായി മാറി. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങുന്നു. ആത്മാവിന്റെ ഫലം നമ്മളുണ്ടാകും. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. സകലരും അവൻ നമുക്ക് ഉപദേശം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദൈവത്തെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുവാൻ വചനം വായിക്കണം, വചനം കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരും. യോവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവത്തിന്റെ ആത്മാവ്, ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ഉള്ളിലേക്ക് വ്യാപരിക്കപ്പെടും. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ശക്തി ബലവും നൽകുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകൾ മടക്കാം, പ്രാർത്ഥിക്കാം. സർവചിന്തകളും അത്യുന്നതനായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല ജീവന്റെ ഉറവിടമായ ദൈവമേ, അങ്ങയിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും
പ്രത്യാശയും വിശ്രമവും കണ്ടെത്തുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അങ്ങനെ ഞങ്ങൾ ദർശനങ്ങൾ ദർശിക്കുവാൻ, സ്വപ്നങ്ങൾ കാണുവാൻ, ആത്മാവിന്റെ ഫലമുള്ളവരായി ലോകത്തിൽ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദിവസവും ഇപ്രകാരം ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ ദൈവമേ അങ്ങ് നൽകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവേ, അന്ത്യകാലത്ത് സകലയിടത്തിന്റെ പേരിലും എന്റെ ആത്മാവിനെ പകരുമെന്ന് ഞങ്ങളോട് അർപ്പിച്ച കർത്താവേ, അവിടുത്തെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചുവല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും. വചനം കേൾക്കുന്നവർക്ക്, വചനം വായിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചല്ലോ. മുടങ്ങാതെ പ്രാർത്ഥിക്കുക, മുടങ്ങാതെ വചനം വായിക്കുക, വചനം കേൾക്കുക. ദൈവമേ അങ്ങേ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷം പോലും ഞങ്ങൾ അങ്ങയിൽ നിന്ന് മകന്നു പോകാതെ അങ്ങയുടെ വഴികളിലൂടെ ജീവിപ്പാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. തങ്ങളുടെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു തിരിയുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവിടെ പാപം ക്ഷമിച്ച് അവരോട് കരുണ കാണിക്കുമെന്ന് ഞങ്ങളോട് പഠിപ്പിച്ചിട്ട് കർത്താവേ, ജനം മാനസാന്തരത്തിലേക്ക് വരുവാൻ, ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ എന്റെ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നുവെങ്കിലും, കണ്ണുനീരിന്റെ വേദനയുടെ മധ്യത്തിലായിരുന്നുവെങ്കിലും അവർ ദൈവത്തോട് നിലവിളിച്ചു, അവർ ദൈവത്തോട് കരഞ്ഞു. ദൈവമേ അവിടെ കഷ്ടത കണ്ടു, അവിടെ നിലവിളി കേട്ട് ഇസ്രായേൽ മക്കളെ ദൈവം വെടിവെച്ചുവല്ലോ. കഷ്ടതയോടും വേദനയോടും ഭാരത്തോടും നിലവിളിയോടുമായിരിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തോട് ദൈവം മനസ്സരിയണമേ. ഞങ്ങളുടെ രാജ്യങ്ങളോട് ദൈവം മനസ്സരിയണം. കർത്താവേ, ഈ കൊറോണ എന്ന മാരകമായ രോഗം ഞങ്ങളുടെ രാജ്യത്തിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും മാറുക, ശാശ്വതമായ പരിഹാരമുണ്ടാകുക എന്റെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഈ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ ദൈവം രക്ഷിക്കണമേ. അയൽ രാജ്യങ്ങളെ ദൈവം രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം കാത്തോരണോ. മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരുണ്ടപ്പ ദൈവമേ, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. കർത്താവേ, ആ കുടുംബങ്ങൾക്ക് വേണ്ടി, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ കരം, സൗഖ്യമാക്കുന്ന കരം അവരോട് കൂടെ ഇരിക്കണമേ. സകലരും ദൈവത്തിലേക്ക് മടങ്ങുവാൻ, ദൈവാത്മാവിൽ നിറയപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രകാരം കഷ്ടപ്പെടുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായി, നേഴ്സുമാർക്കായി, ലാസ്റ്റ് ഗ്രേഡ് ജോലിക്കാർക്കായി, ദൈവമേ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകർക്കായി, രാഷ്ട്രീയ പ്രവർത്തകർക്കായി, പോലീസ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മടുത്തു പോകാതെ, തളർന്നു പോകാതെ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ അവരെ ദൈവം സഹായിക്കണം. അവിടുത്തെ ശക്തി അവിടെ മേൽ കൂടെ ഇരിക്കണം. അപ്പ അനേക ആരോഗ്യ പ്രവർത്തകർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവെ, ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. ശാശ്വതമായൊരു പരിഹാരം എത്ര വേഗം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. സ്വതന്ത്രമായി ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാൻ ദൈവമേ അവിടെ സഹായിക്കണമേ. കരുണയുള്ള കർത്താവേ, മണലൂർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭാ കമ്മിറ്റി ദൈവം അനുഗ്രഹിക്കണം. സഭയുടെ എല്ലാ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ആളുകൾ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ഉപജീവന മാർഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യത്തിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങല്ലാതെ സഹായിക്കാൻ ആരുമില്ല. കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. സാറാഫത്തിലെ വിധവയെ പോറ്റിയ കർത്താവെ, ഏലിയാവിനെ പോറ്റിയ ദൈവമേ, മരണയിലെ എണ്ണ തീർന്നു പോകാതെ, കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ ഞങ്ങളുടെ മക്കളെ ദൈവം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരു വ്യാധിയും ഉണ്ടാകാതെ കാക്കണം. വിദേശങ്ങളിൽ, വിദൂരതകളിൽ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവിക സംരക്ഷണം അവരോട് കൂടെ ഇരിക്കണമേ.
കർത്താവിന്റെ കൃപ അവരനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങൾക്കുള്ള പ്രിയപ്പെട്ടവരെ ദൈവമേ അവിടുത്തെ ചിറകിന്റെ മറവിലൊക്കെ മറച്ചു വിടണമേ. ദുഷ്ടന്റെ കയ്യിൽ വീട് പോകാതെ, പകർച്ചവ്യാധികൾ വീട് പോകാതെ കാട്ടണമേ. സഭയുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ജന്മദിനങ്ങൾ ആഘോഷിക്കുന്ന മക്കളുണ്ട്, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരുടെ നേരം അവിടുത്തെ കൃപ കൂടെയിരിക്കണമേ. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തിരു സാന്നിധ്യം കൂടെയിരിക്കണം. ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് പോലും കർത്താവിനെ സ്തുതിപ്പാൻ വലിയ കൃപയ്ക്കായ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചുവട് കൃപ നൽകണമേ. ശരീരസുഖം ബലമാരോഗ്യം നൽകണമേ. കർത്താവിന്റെ കൃപയും ദൈവികാനുഗ്രഹവും ഞങ്ങളുടെ മേൽ കൂടെയിരിക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ പരിപാലിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിനയത്തോടെ ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ കൃപയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ആവശ്യമായ ആഹാരം നൽകണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണ ചെയ്യട്ടെ. പിതാപുത്ര പരിശുദ്ധാത്മാവാത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.